പശ്ചിമബംഗാളിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകളിൽ വ്യാപകമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. ആരാണ് ആക്രമണം നടത്തുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ജനങ്ങൾ തന്നെയാണോ ഒരു ആക്രമണം നടത്തുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം ഇത്രയും കാലമായി വലിയ രീതിയിൽ ജനങ്ങളെ ആക്രമിക്കുകയും അവരുടെ വീടുകൾ കയറി തല്ലി തകർക്കുകയും അവരുടെ വീടുകൾ കത്തിക്കുകയൊക്കെ ചെയ്ത ഒരു തൃണമൂൽ ഗുണ്ടയെ ഭരണം BJPയുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ ജനങ്ങൾ തന്നെ ഇപ്പോൾ തെരുവിലിട്ട് തൃണമൂൽ കോൺഗ്രസിനെ പണി കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ തൃണമൂൽ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ജനങ്ങൾ തന്നെ ഇപ്പോൾ അടിക്കുന്നതാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റിൽ ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടം തകർത്തത് വലിയ സംഘർഷത്തിന് ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ ആദ്യമായിട്ടാണ് ബുൾഡോസർ കൊണ്ട് ഒരാക്രമണം നടക്കുന്നത്. സാധാരണഗതിയിൽ UPയിലാണ് യോഗി ആദിത്യനാഥാണ് ഇത്തരം ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം തകർക്കുകയും വീട് തകർക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ പശ്ചിമബംഗാളിലും ബുൾഡോസർ വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് മാർക്കറ്റ് കെട്ടിടത്തിനുള്ളിൽ ബുൾഡോസർ എത്തുന്നതും കെട്ടിടം തകർക്കുന്നതും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് യൂണിയന്റെ ഓഫീസാണ് തകർത്തതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മോത്ര സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടം തകർക്കുന്നതും ചുറ്റും കൂടിയ ജനക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ BJPയുടെ പതാകകൾ വീശുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ തകർക്കപ്പെട്ടത് അനധികൃത നിർമ്മാണമാണോ അതോ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടെയാണ് ന്യൂ മാർക്കറ്റിലെ ഈ സംഭവ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ന്യൂ മാർക്കറ്റിലുണ്ടായ ഈ അപ്രതീക്ഷിത നീക്കം വ്യാപാരികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പടർത്തുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ഈ സംഭവം വഴി തുറന്നേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും ഇപ്പോഴും പശ്ചിമബംഗാളിൽ ആക്രമണം നടക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ BJPയെ ആക്രമിക്കുന്ന വാർത്തകൾ ഇപ്പോഴും ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ബംഗാളിൽ BJPയും തൃണമൂൽ പ്രവർത്തകരും തമ്മിൽ വിവിധ ജില്ലകളിലായി സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടുവെന്നും ഒരു BJP പ്രവർത്തകന് ജീവൻ നഷ്ടമായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹൗറ, ബിർഭം എന്നിവിടങ്ങളിൽ നിന്നാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ഹൗറയിലെ ഉദൻ നാരായണപൂരിൽ അതോടൊപ്പം തന്നെ ദേവിപൂർ ഗ്രാമത്തിലും തിങ്കളാഴ്ച രാത്രി BJP പ്രവർത്തകനായ ജാദവ് ബാറിനെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തല്ലിക്കൊന്നു എന്ന വാർത്തയും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുഖ്യപ്രതിയായ കാലിപാത ബാഗിനെയും മറ്റ് 3 പേരെയും അറസ്റ്റ് ചെയ്തതായും ബാക്കിയുള്ള പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചതായും പോലീസ് പറയുന്നുണ്ട്. വ്യക്തിപരമായ തർക്കത്തിൽ നിന്നാണ് കൊലപാതകം ഉണ്ടായതെന്നാണ് ഹൗറ റൂറൽ പോലീസ് പറയുന്നത്. എന്നാൽ രാഷ്ട്രീയ വശം അന്വേഷിച്ചു വരികയാണെന്നും BJP അനുകൂലികൾ 9 തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ തകർക്കുകയും 17 പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്.